അതെ, ഒന്ന് നിക്കുക. എന്താ ടീച്ചറെ, നേരത്തെ നേരം പോക്കോ കഴിഞ്ഞോ? നേരം പോക്കല്ല, സംഗീത ക്ലാസ്സാ. അതന്നെയാണ് ഈ സംഗീത അതൊരു നേരം പോക്കന്നെയല്ലേ. അല്ല, നമ്മുടെ ആള് വന്നു കേട്ടു. അതേതാ തിരുമേനി? നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരാള്. ഇയാളുടെ പിന്നിൽ കാലം നടന്നില്ലേ ഒരു വങ്കൻ? ആ ചെറുക്കലത്തെ ജയിലിൽ കിടന്നവൻ സ്വാമിയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടു. അതെ, പഴങ്കഥകളൊക്കെ പറഞ്ഞ് അടുത്തു കൂടാൻ വന്ന ഒരാട്ടങ്ങ് വെച്ചു കൊടുത്തേക്കു. എന്റെ വേളി ഇങ്ങനെ ഗണപതി കല്യാണം പോലെ നീണ്ടു പോവാ. വെറുതെ ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. വരട്ടെ. അപ്പൊ അയാൾ കഥ എഴുതുകയാണല്ലേ? നിങ്ങളുടെ കെയറെങ്കിൽ എന്റെ അറിവിൽ അവന് പ്രാഥമിക വിദ്യാഭ്യാസം അല്ല, ഇതിനതിന്റെ ആവശ്യമില്ല. ഈ മാളും നവീനും വിശ്വസിച്ച പോലൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഭയങ്കര പുളുമാസ്റ്ററാ പുള്ളി. പുളുമാസ്റ്റർ നിന്റെ കഥ കുട്ടിരാമൻ എഴുതിയാലും ഷേക്സ്പിയർ എഴുതിയാലും അതിൽ നുണകൾ ഉണ്ടാവും. ഇനി എന്റെ കഥ ഞാൻ എഴുതിയാലോ എനിക്ക് എന്റെ കഥ മാത്രമല്ലേ പറയാനാവൂ. മറ്റുള്ളവരുടെ മനസ്സ് എനിക്ക് ഊഹിച്ചെടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് അത് കേട്ടാ മതി, അങ്കിളുടെ വേർഷൻ. അങ്കിൾ നുണ പറയില്ല. ഫ്രം ദ ഹോഴ്സസ് മൗത്ത്. എങ്ങനെയായിരുന്നു തുടക്കം? ടീച്ചറിനെ എന്നാ ആദ്യം കണ്ടത്? എന്റെ ജനനവും 7th സ്റ്റാൻഡേർഡ് വരെയുള്ള സ്കൂളിംഗ് ഡൽഹിയിലായിരുന്നു. അറിയാം, അവിടെ വെച്ചുണ്ടായ ഒരു ആക്സിഡന്റിലാണ് അങ്കിളിന്റെ അച്ഛനും അമ്മയും. മുത്തശ്ശി അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരായിരുന്നു. വേദനാരായണ സ്വാമിയുടെ അരികിൽ മ്യൂസിക് പഠിക്കാൻ അയച്ചതും മുത്തശ്ശി തന്നെയാണ്. എന്റെ ചരിത്രാന്വേഷകരെ, അപ്പൊ അവിടം തൊട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. ഉവ്വ്, പക്ഷേ ആ ലവ് അതെങ്ങനെ തുടങ്ങി? കൗമാരം, മനസ്സിലെ നിറങ്ങൾക്കെല്ലാം നിറം കൂടുന്ന, എല്ലാ ശബ്ദവും സംഗീതമാവുന്ന കാലം. ഈ മനസ്സിലെ ഇഷ്ടമെന്ന് പറയുന്നത് സായിപ്പ് പറയും പോലെ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ഒന്നുമല്ല. കളിക്കൂട്ടുകാരായ ആൺകുട്ടിയും പെൺകുട്ടിയും പതിയെ തിരിച്ചറിയുകയാണ് ഒരാൾക്ക് മറ്റേയാളിനോടുള്ള കൗതുകം. അത് പിന്നെ ഇഷ്ടമാവുന്നു. ഒടുവിൽ കാലം അതിനെ അനുരാഗമെന്ന അനുഭൂതിയാക്കി മാറ്റുന്നു. ശ്രീഹരി എന്ന ഞാൻ നവീനാണെന്ന് കരുതൂ. മാളുവാണ് ഇന്ദു. ബാലേന്ദ്രൻ. പണ്ട് ഹിന്ദി സിനിമയില് വില്ലന്റെ പേര് അവസാനമാണ് എഴുതി കാണിക്കുക. നായകന്റെയും നായികയുടെയും മറ്റുള്ളവരുടെയും കഴിഞ്ഞാൽ വരും ആൻഡ് പ്രാൺ. ഇവിടത് ആൻഡ് രാമനുണ്ണി. കൂട്ടത്തിലെ കുറുമ്പൻ, വഴക്കാളി, കൊച്ചു തല്ലിപ്പൊളി. മൂന്ന് ആൺകുട്ടികൾക്കും അവൾ പ്രിയപ്പെട്ടവളായിരുന്നു. പക്ഷെ ഒരു ദിവസം ഞാൻ തിരിച്ചറിഞ്ഞു, എന്നെ നോക്കുന്ന ഇന്ദുവിന്റെ കണ്ണിൽ ഒരു കുഞ്ഞു നക്ഷത്രം തിളങ്ങുന്നത്. മനസ്സിനുള്ളിൽ ഞാൻ ആ അറിവ് ഒളിച്ചു വെച്ചു. അവൾ ഭൂമിയിൽ എനിക്കേറെ പ്രിയപ്പെട്ട അമൂല്യമായ സൗന്ദര്യമായി മാറി. എന്റെ പ്രിയപ്പെട്ട കളിത്തോഴി. അങ്കിളിന് തന്നെ മാരി ആയിരുന്നു ടീച്ചറിനെ. ഇവൻ പക്ഷെ ഭയങ്കര ചതിയാ ചെയ്ത്. ഞാനോ? നീയല്ല, ബാലേന്ദ്രൻ. അതിനയാൾക്ക് കിട്ടിയില്ലേ? ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല അങ്കിൾ. ടീച്ചർക്ക് അയാളെ ഡിവോഴ്സ് ചെയ്തിട്ട് അങ്കിളിനെ മാരി ചെയ്യാ, അത് പറ്റില്ലേ? 2 വാക്കിൽ നമ്മൾ മനുഷ്യർ ഇതിനെല്ലാം ഒരു ഉത്തരം കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്: വിധി. മനുഷ്യന്റെ തന്നെ തീരുമാനത്തിന്, നിശ്ചയത്തിന് അവനിട്ട പേര്. ഇന്ദു അവള് ഹെൽപ്ലെസ് ആയിരുന്നു. അമ്മയുടെ തീരുമാനത്തിന് മുന്നിൽ വഴങ്ങേണ്ടി വന്നു അവൾക്ക്. എന്റെ കാര്യത്തിൽ പലപ്പോഴും ജീവിതം അങ്ങനെയാണ്. തുഴഞ്ഞ ദിക്കിലേക്ക് ഒരിക്കലും എന്റെ തോണി സഞ്ചരിച്ചിട്ടില്ല. ഇപ്പൊ ദിശ നോക്കാതെ ഞാൻ അതിനെ സ്വതന്ത്രമാക്കി വിട്ടിരിക്കുന്നു. എത്തിച്ചേരുന്നിടം ലക്ഷ്യം. നിങ്ങൾ കുട്ടികൾ, അതെന്തിനെ കുറിച്ചാവട്ടെ, തീരുമാനങ്ങൾ പല ആവർത്തി ആലോചിച്ച ശേഷം മാത്രം തീരുമാനിക്കുന്നത് നടത്താൻ ധൈര്യവും കരുത്തും പ്രകടിപ്പിക്കുക. Okay, it's getting late. See you guys. Hare Rama, Rama Rama, Hare. ശ്രീഹരി വന്നൂലേ? എനിക്ക് അയാളൊന്ന് കാണണം. ആരെങ്കിലും കുട്ടികളെ ഒന്ന് ചെറുക്കലേക്ക് പറഞ്ഞേക്കോ? ഞാൻ പറഞ്ഞു ഇവിടം വരെ വരാന്ന് പറഞ്ഞാ അയാള് വരില്ലേ? എന്താ തനിക്ക് തോന്നണേ? അറിയില്ല. കഞ്ഞൂടി കഴിഞ്ഞാ എനിക്ക് അപ്പുറത്ത് പണിയുണ്ടായിരുന്നു. മതി. അമ്മേ,
താൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ അയാളാണ് എന്നെ? ഇല്ല, ചെയ്യില്ല. ശ്രീഹരിയാണെന്ന് എനിക്കിപ്പോ തോന്നുന്നില്ല. ആളുകളുടെ മനസ്സ് ചുഴ്ന്നു നോക്കി സത്യം അറിയാനുള്ള ബുദ്ധിയൊന്നും എനിക്കില്ല. വിചാരിച്ച പോലെയൊന്നും ആയിരുന്നില്ല ആരും എന്റെ അടുത്ത് കാട്ടിയത്. ആരാ? രാമനുണ്ണിയാ, കളത്തിലെ. ഓ, എന്താടോ ഇത്ര നേരത്തെ കഞ്ഞൂടി കഴിഞ്ഞോ? അട്ടം നോക്കി കിടക്കുന്നവന് നേരവും കാലവുമില്ലല്ലോ ഒന്നിനും. കുറെ നാളായി തന്നെ കണ്ടിട്ട്. ഞാൻ ബീഹാറിൽ ഗജമേളയ്ക്കൊന്ന് പോയി. അവിടുന്ന് ആസാം. ആന 5 ഇങ്ങോട്ട് എത്തി. രണ്ടുപേരോടുമായിട്ട് ചിലത് പറയാനുണ്ട്. ഒന്നിങ്ങോട്ട് വരണം. ശ്രീഹരി വന്നു എന്നറിഞ്ഞു. താൻ കണ്ടോ? കേട്ടു. എനിക്ക് അയാളൊന്ന് കാണണമെന്നുണ്ടായിരുന്നു. താൻ കണ്ടോ ഒന്ന് പറയോ? എന്തിനാടോ? വെട്ടി നുറുക്കി ചതഞ്ഞ പാമ്പനെ പോലെ ആക്കിയവനെ കണ്ടിട്ട് തനിക്ക് എന്തിനാ? ഒരു പിച്ചാങ്കത്തി കയ്യിൽ വെച്ച് കെട്ടിത്തന്നാ തനിക്ക് അവന്റെ പള്ളക്ക് കയറ്റാൻ കഴിയോ? ആളെ ഞാൻ മുമ്പിൽ കൊണ്ട് നിർത്തിത്തരാം. എന്നെ ഈ നിലയിലാക്കിയത് അയാളാന്ന് തനിക്കെന്തത്ര ഉറപ്പ്? എനിക്ക് മാത്രമല്ലടോ, ഈ നാട്ടിലെ ജനങ്ങൾക്കും കോടതിക്കും ബോധ്യമായ കാര്യം അത്. ആ, ഞാൻ വന്നത് ഇവളുടെ ഏട്ടൻ ചന്ദ്രൻ ഈ പറമ്പും വീടും എൻ്റെ ഒരു ചങ്ങാതിയുടെ പേർക്ക് എഴുതി കൊടുത്ത് അതിന്റെ വില വാങ്ങിയതറിയോ? അതിന്റെ കാലാവധി കഴിഞ്ഞു. ഇടനിലക്കാരനായ ഞാൻ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പണം കൊടുത്തത് സെറ്റിൽ ചെയ്ത് സ്ഥലം ഏറ്റെടുക്കേണ്ടി വന്ന സ്ഥിതിയാ ഇപ്പൊ എന്റേത്. അതും ചെയ്തു ആ തല തിരിഞ്ഞോൻ. എനിക്കിപ്പോ നിങ്ങളെ കുടിയൊഴിപ്പിച്ചിട്ട് ഇവിടെ ആവശ്യങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു ഓർമ്മയുണ്ടാവണം ഇക്കാര്യം, അത്ര തന്നെ. എന്നാ ഞാൻ പോട്ടെ പല. ഇവളൻ കളിത്തോഴിയോ, അഴകാം കളിത്തോഴി. ഓ, മുറ്റത്തെത്തും തെന്നലെ മുട്ടിട്ടെന്നോ ചെമ്പകം അവളൻ കളിത്തോഴി.